നമുക്കറിയാം. ഈ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് രുചിക്ക് പുറകെ പോകുമ്പോൾ പലപ്പോഴും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിന് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എങ്ങനെയൊക്കെ സഹായിക്കും എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മളോടൊപ്പം ശരീരഭാര നിയന്ത്രണവും ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സമന്വയ ഇന്റഗ്രേറ്റഡ് വൈക്കത്തെ ഡയറ്റീഷ്യനും ഡയബറ്റിക് എഡ്യൂക്കേറ്ററുമായ ശ്രീമതി സിൽജി ജോസ് ആണ്. സിൽജി ഇതിനു മുൻപ് ലൂർദ് ഹോസ്പിറ്റലും കാരിത്താസ് ഹോസ്പിറ്റലും വർഷങ്ങളായി ഡയറ്റീഷ്യനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു അവബോധം സൃഷ്ടിക്കുവാനായി സിൽജിയെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. Thank you, ma'am. എല്ലാവർക്കും ടോപ്പിക് അറിയായിരിക്കും, ഓഡിയോ കേട്ട് കാണുമെന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമുക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. കാരണം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു വലിയൊരു ജീവിതശൈലിയുടെ ഒരു അവസ്ഥയാണ് ഒബേസിറ്റി അഥവാ അമിതവണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമിതവണ്ണം നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ നമുക്ക് അതുവഴി ഭയങ്കര ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഒരു മരണനിരക്കൊക്കെ ഇപ്പൊ കൂടി വരുവാണ്. ഒരു 80 വയസ്സിലൊക്കെയാണ് പണ്ട് ആൾക്കാർ മരിച്ചിരുന്നെങ്കിൽ ഒരു 40 വയസ്സ്, ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതിങ്ങനെയൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലോകത്തിൽ മൊത്തത്തിലൊരു വേൾഡിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 100 കോടിയിലധികം ആൾക്കാരിന്ന് ഒബേസിറ്റി ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 100 കോടിയിലധികം. അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ഏകദേശം 10ൽ ഒരാള് ഒബേസിറ്റി ഉള്ളവരാ പറയുന്നത്, ഇന്ത്യയിൽ മാത്രം. അപ്പൊ ഇന്ത്യയിൽ നിന്ന് മാറി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലോട്ട് വരുമ്പോൾ കേരളം ഒബേസിറ്റിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു 5ാം സ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അത് അധികം താമസിക്കാതെ തന്നെ നമ്മുടെ കേരളം മുൻപന്തിയിലോട്ട് എത്തും. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നമ്മുടെ കേരളത്തിലെ ഒബേസിറ്റിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അത് പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, അതല്ലെങ്കിൽ കൊടവയറെന്ന് പറയും, ബെല്ലി ഫാറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ബെല്ലി ഫാറ്റിന്റെ കാര്യത്തിൽ, കൊടവയറിന്റെ കാര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും കടത്തിവെട്ടിക്കൊണ്ട് നമ്മുടെ കേരളമാണ് ഒന്നാമത്തെ. അപ്പൊ മൊത്തത്തിൽ ഒബേസിറ്റിയുടെ കണക്ക് നോക്കുമ്പോൾ കേരളം 5ാം പൊസിഷനാണ്, 5th പൊസിഷൻ ആണെങ്കിലും കൊടവയറിന്റെ കാര്യത്തില് നമ്മൾ കേരളമാണ് ഒന്നാമത് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ എപ്പോഴും ഈ ഒരു കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആണെങ്കിലും എത്രത്തോളം ഒബേസിറ്റി ലെവലിലോട്ട് എത്തിയെന്ന്. ഈ ക്ലാസ് കേൾക്കുന്ന ഇതിൽ എത്ര പേര് ഒബേസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു നമുക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആരെയും കാണത്തില്ല, അതല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവർക്കും ഒന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒബേസിറ്റിയാലാണോ നിൽക്കുന്നത്, ഓവർ വെയിറ്റിലൊക്കെ ആണോ നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം ഒബേസിറ്റിയിലാണോ നിൽക്കുന്നതെന്നുള്ളത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് BMI കാൽക്കുലേഷൻ. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, എല്ലാവരും കേട്ടിട്ടുണ്ടാകും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് മീറ്റർ സ്ക്വയറിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. BMI ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മുടെ ഉയരത്തിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് ആണ് നമുക്ക് എന്നറിയുന്ന ഒരു കാറ്റഗറി ഒരു കാൽക്കുലേഷനാണ്. അതനുസരിച്ച് നോർമൽ വെയിറ്റ് വരുന്നതിന്റെ ഏകദേശം ഒരു 18.5നും 24.9നും ഇടയ്ക്കാണ് നിൽക്കുന്നെങ്കിൽ നോർമൽ വെയിറ്റ് ആണ് നമ്മൾ പറയും. അതേസമയം ഒരു 24.9 അല്ലെങ്കിൽ 25ന് മുകളിലാണ്, ഒരു 30ന്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ഓവർ വെയിറ്റ് കാറ്റഗറി പെടും. ഇനി വീണ്ടും 30ന് മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവര് നമ്മൾ ഒബേസിറ്റിയിലാണ് പെടുത്തുന്നത്. അപ്പൊ ഏത് ലെവലിലാണ് നിൽക്കുന്നത് BMI നോക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വേൾഡിലെ കണക്കാണ് ഈ BMIയുടെ നോർമൽ റേഞ്ച് 24.9 എന്നുള്ളത്. അത് ഈയിടെ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി അത് കുറച്ച് മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ട്. അതായത് 22-ലെങ്കിലും നിൽക്കണം എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ജീവിതശൈലി രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മൾ വെയിറ്റ് നമ്മൾ കുറയ്ക്കണം, നമ്മുടെ ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം BMI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഓവർ വെയിറ്റിലാണോ അല്ലെങ്കിൽ ഒബേസിറ്റിയിലാണോ നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ബോഡി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള കൊഴുപ്പിന്റെ ഒരവസ്ഥയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ബോഡി ഫാറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ അവരെ അവരുടെ നോർമൽ റേഞ്ച് ഉണ്ട്, മെയിലിനും ഫീമെയിലിനൊക്കെ ആ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക്
അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ വിസറൽ ഫാറ്റ് നോക്കിയിട്ട് ഓരോ ഓർഗൻസിന് ചുറ്റുമുള്ള കൊഴുപ്പ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഓവർ വെയിറ്റ് എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് മാത്രമല്ല, അവരുടെ ഉള്ള ഒരു ഫാറ്റിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു കാറ്റഗറി നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് ഓവർ വെയിറ്റിലാണോ ഒബേസിറ്റിയിലാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഈ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടീഷൻ, ബോഡിയിൽ ഫാറ്റ് ഒക്കെ കൂടി നിൽക്കുന്നവർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൂടാതെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പുക്കിൾ ചുറ്റളവ് നമുക്ക് നോക്കാൻ പറ്റും. മെയിലിന്റെ കേസിലാണെങ്കിൽ ഏകദേശം ഒരു 80-ന്റെയും 90-ന്റെയും ഇടയ്ക്ക് നിൽക്കണം. അതുപോലെ ഫീമെയിലിനാണെങ്കിൽ അത് 70-ന്റെ 80-ന്റെ ഇടയ്ക്ക് നിൽക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. BMI-യും അതുപോലെ തന്നെ ഈ പുക്കിൾ ചുറ്റളവ് നോക്കുക എന്നൊക്കെയുള്ളത്. അപ്പൊ അത് വെച്ച് നമ്മൾ നോക്കിയിട്ട് കുടവേറുണ്ടോ അല്ലെങ്കിൽ അമിതവണ്ണത്തിലാണോ നിൽക്കുന്നത് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ മെറ്റബോളിസം എങ്ങനെയാണ്, മെറ്റബോളിസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെസ്റ്റിംഗ് ടൈം നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങളുടെ ബോഡി എനർജി എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഏത് രീതിയിലാണ്, ചിലവർക്ക് സ്പീഡിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉറങ്ങുമ്പോൾ, സംസാരിക്കുമ്പോൾ, ബ്രീത്ത് ചെയ്യുമ്പോൾ, അപ്പൊ നടക്കുമ്പോൾ, ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ കഴിച്ച ഭക്ഷണത്തെയൊക്കെ എനർജി ആക്കി യൂസ് ചെയ്യുന്നുണ്ട്. അത് എപ്രകാരമാണെന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ചിലവര് വെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന പ്രകൃതക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ മെറ്റബോളിസം ഭയങ്കര ലോ ആണ്. അതേസമയം കുറച്ച് പേര് ഉണ്ട് ഭക്ഷണം എത്ര കഴിച്ചാലും ശരീരത്തിൽ കാണത്തില്ല. അപ്പൊ അവരുടെ മെറ്റബോളിസം സ്പീഡിലുള്ളവരായിരിക്കും. അപ്പൊ മെറ്റബോളിസം എങ്ങനെയാണ്, അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും എന്തിനാണ് നമ്മളൊരു വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഒബേസിറ്റി ഉള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു മുട്ടുവേദനയായിട്ട് ഒരു ഡോക്ടറുടെ OP വരുവാണ് ആരെങ്കിലും. അപ്പൊ ആ ഒരു സമയത്ത് ഡോക്ടർ പറയുകയാണ് അവരോട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഡിസീസ് പ്രിവെൻഷൻ എന്ന് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ, ഒബേസിറ്റിയിൽ നിന്നാണ് നമുക്ക് മറ്റ് അസുഖങ്ങൾ വരുന്നത്. ഇപ്പൊ ഡയബറ്റിക് വരുന്നു, അതല്ലെങ്കിൽ BP കൂടുന്നു, ഫാറ്റി ലിവർ വരുന്നു. അപ്പൊ ഇതൊക്കെ ഒബേസിറ്റിയിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഒരസുഖം വന്നു കഴിഞ്ഞാൽ അതേ തുടർന്ന് ഓരോന്നേ വരും. നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് നമുക്ക് രോഗാവസ്ഥകളെ, അതായത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒബേസിറ്റി ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡയബറ്റിക് വരാനായിട്ടുള്ള, ടൈപ്പ് 1 അല്ല ടൈപ്പ് 2 ഡയബറ്റിക് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതായത് ബോഡിയിൽ കൂടുതൽ ഇൻസുലിന്റെ സ്റ്റോറേജ് ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒരു ഷുഗർ ലെവലിലോട്ട് പോകും, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലോട്ട് പോകും. 3 മാസത്തെ ഒരു ആവറേജ് ഷുഗർ HbA1c ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജോ അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ഡയബറ്റിക് സ്റ്റേജിലോട്ടോ ഈ ഒബേസിറ്റി ഉള്ളവർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ ബോഡിയിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുതലും കുറവും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലും ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്താണെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ലിവറിന്റെ കോശങ്ങൾ, ലിവർ സെൽസ് ഒക്കെ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്, സ്റ്റേജ് 1 ആന്ന് പറയുമ്പോൾ അപ്പൊ അതിനത്ര സിമ്പിൾ ആയിട്ട് കാണരുത്. നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങൾ ആരംഭിക്കണം. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ്. അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ അത്ര മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ അതൊക്കെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും. അന്നേരം കുഴപ്പമില്ല എന്നൊരു ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് പിന്നെ തേർഡ് സ്റ്റേജ് മാറി അത് അവസാനം ഒരു ലിവർ സിറോസിസിലോട്ട് പോകും. ഇതിപ്പം ആണുങ്ങൾക്ക് മാത്രമല്ല ലിവർ സിറോസിസ് വരുന്നത്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ വരുന്നത്, അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ എടുക്കുന്നവർക്കല്ല ഈ ഫാറ്റി ലിവർ വരുന്നത്. നമ്മുടെ ബോഡിയിൽ ബോഡി ഫാറ്റ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് കൂടുതലുണ്ടോ, ഓവർ വെയിറ്റിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒബേസിറ്റി കാറ്റഗറിയിലാണോ, അവർക്ക് ഉറപ്പായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാകും. അതല്ലെങ്കിൽ മദ്യം കഴിക്കണം എന്നൊന്നുമില്ല നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനായിട്ട്. അപ്പൊ ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക, ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഡെഫിഷ്യൻസി വരും. അവർക്ക് ലിവറിന് ഒരു 300-ൽ പരം ജോലികൾ ലിവറിന് ചെയ്യാനായിട്ടുണ്ട്. ഹോർമോൺ പ്രൊഡക്ഷന്, എൻസൈം ഉണ്ടാക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഫാറ്റിന് ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസുലിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഫാറ്റിൽ സോലുബിൾ ആകുന്ന വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ D, B12, വൈറ്റമിൻ A, അങ്ങനെ പല വൈറ്റമിൻസ് ഉണ്ട്. ഈ വൈറ്റമിൻസിനെയൊക്കെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ആ ഉൽപാദനത്തെ, വൈറ്റമിൻ D ഒക്കെ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി സ്ഥിരം കാണുന്നതാണ്. കാരണം വൈറ്റമിൻ D ഇപ്പൊ നമ്മുടെ സൺലൈറ്റിലൂടെയും അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ വൈറ്റമിൻ D കിട്ടിയാലും അതിനെ കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ ആ ഒരു ആക്റ്റീവ് ഫോമിലോട്ട് ആക്കുന്നത് നമ്മുടെ ലിവറാണ്. അപ്പൊ ലിവറിലാണ് അത് ശരിക്കും നടക്കേണ്ടത്. അപ്പം
അപ്പൊ നമ്മൾ വെയിൽ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വൈറ്റമിൻ ഡി കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ ലിവറിലെ കോശങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡിയുടെ കൺവേർഷൻ നടക്കത്തുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ ഈ ബോഡി ഫാറ്റ് കൂടുതലുണ്ട്, വെയിറ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുതലാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൽ ഫാറ്റ് കൂടി കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന്റെ സ്പീഡ് കുറയും, അവരുടെ വെയിനിന് കട്ടി കൂടി കഴിയുമ്പോഴത്തേക്കും അവരുടെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എപ്പോഴും BP കൂടി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ കിഡ്നി ഡിസീസ്, ഇപ്പൊ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഒരു കിഡ്നി പ്രോബ്ലം, ഡയാലിസിസ് യൂണിറ്റ് ഒക്കെ ഇപ്പൊ കൂടി വരിക നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തില്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ കൂടി വരുന്നു, ഈ പറയുന്ന ഒബേസിറ്റി ലെവൽ കൂടുന്നു, അതിന് അനുസരിച്ച് കിഡ്നി ഫെയിലിയർ ആവുന്നു. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കിഡ്നി ഫെയിലിയറിലോട്ട് പോകും. അതല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതലാവുക, ഇപ്പൊ ഈ പറഞ്ഞ അസുഖങ്ങൾ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലാവുക, സ്ട്രോക്ക് വരിക, ഇതൊക്കെ ജീവിതശൈലി നിന്ന് വരുന്ന അസുഖങ്ങളാണ്. ഇതിന്റെ ബേസിക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബേസിറ്റിയാണ്. അപ്പൊ അമിതവണ്ണത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളെയൊക്കെ നമുക്കൊന്ന് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ വെയിറ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ആവും. അതുപോലെ നമുക്ക് നല്ലപോലെ നടക്കാൻ പറ്റുക. വെയിറ്റ് കൂടുതലുള്ളവരോട് എന്തെങ്കിലും ചോദിച്ചാൽ പറയും നിൽക്കുമ്പോൾ ഒന്ന് ഇരിക്കാൻ, സോറി നടക്കുമ്പോൾ അവർ പറയും എനിക്ക് ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തോന്നുന്നു അവർക്ക് കിടക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഈ വെയിറ്റ് കൂടുതലുള്ളവർ പോകുന്നത്. അപ്പൊ അവർക്ക് വെയിറ്റ് കുറച്ചാൽ സുഖമായിട്ട് നടക്കാൻ പറ്റും, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഓടി നടന്ന് അവരുടെ ജോലികൾ ചെയ്യാൻ പറ്റും, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ അവർക്ക് കിതപ്പ് തുടങ്ങും, അല്ലെ, സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കാൻ തുടങ്ങും. ആ ഒരു കിതപ്പിനെ കുറയ്ക്കാൻ പറ്റും, നല്ലപോലെ ഉറങ്ങാൻ പറ്റും. ഉറക്കത്തിലാണ് നമ്മുടെ എല്ലാ സെൽസിന്റെ കോശങ്ങളുടെയൊക്കെ ഒരു സ്വയം റിപ്പയർ ചെയ്യുന്നതും നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്നതും ഒക്കെ ഉറങ്ങുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഡിപ്രഷൻ കുറയ്ക്കാനൊക്കെ ഉറങ്ങണം. അപ്പൊ ആ ഒരു ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ജോലികൾ ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം, നമുക്ക് ഈ പറഞ്ഞ അമിതവണ്ണം നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതുപോലെ നമുക്കൊരു ഹെൽത്തി ഏജ്, നമ്മുടെ ശരീരത്തിനും പ്രായമുണ്ട്. നമുക്കൊരു ശരിക്കും ഒരു ആക്ച്വൽ ഏജ് ഉണ്ടാവും, അല്ലെ. ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ അവരുടെ ശരീരത്തിന്റെ പ്രായം ഒന്നെങ്കിൽ 30 ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 29 വയസ്സായിരിക്കണം, അങ്ങനെ പറയുന്നത്. അതേസമയം ഒരു ഒബീസിറ്റി ഉള്ള ഒരാളാണ്, അമിതവണ്ണമുള്ള ഒരാള് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന്റെ പ്രായം 30 എന്നുള്ളത് ഒരു 40 അല്ലെങ്കിൽ 35 ആയിരിക്കും കാണിക്കുന്നത്. 30 വയസ്സിൽ അവരുടെ ശരീരം പ്രവർത്തിക്കേണ്ടതിനേക്കാളും 5 വയസ്സ് മുന്നിലോട്ടാണ് ഒരു 40 വയസ്സുള്ള ഒരാളുടെ ബോഡിയിൽ പ്രവർത്തിക്കേണ്ടത് പോലെയാണ് അവരുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഈ വെയിറ്റ് കുറച്ചാലും നമ്മുടെ ശരീരത്തിന്റെ പ്രായം നമുക്ക് പിന്നീട് നമ്മുടെ നോർമൽ ഏജ് കൂടിയാലും നമ്മുടെ മനസ്സും ശരീരവും ചെറുപ്പമാക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ ഒബേസിറ്റി ലെവൽ നമ്മൾ കുറച്ച് നിർത്തിയാലും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത്? അതിനുള്ള കാരണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് വെയിറ്റ് കൂടുതലാണ് എന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് കൂടുതലാണ് ആണെന്ന് പറഞ്ഞിരിക്കാതെ എന്തുകൊണ്ട് വെയിറ്റ് കൂടി എന്നുള്ളതിന്റെ ആ ഒരു റീസൺ കണ്ടുപിടിക്കുക ആദ്യം. അതിനുശേഷം അതിന് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കുക. പാരമ്പര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടാനുള്ള ഒരു ഫാക്ടറാണ് പാരമ്പര്യമായിട്ട് വെയിറ്റ് കൂടാന്ന് പറയും. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താനായിട്ട് വരും. പിന്നെ വരുന്നത് ഓവർ ഈറ്റിങ്, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ മീൽ സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എനർജിനെ കഴിഞ്ഞ് അഡീഷണൽ എനർജി ചെല്ലുന്നു. അതിന് നമ്മൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഒരു നേരം പട്ടിണി കിടക്കൊന്നും ചെയ്യുന്നില്ല. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ആ ഭക്ഷണവും കഴിക്കും. അപ്പൊ നമുക്ക് പിന്നീട് ഓവർ ഈറ്റിംഗ് വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് ഇൻസുലിൻ കൂടുതലായിട്ട് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനും ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട്. അപ്പൊ ഈ ഓരോ പ്രാവശ്യം ഫുഡ് കഴിക്കുമ്പോൾ ഇൻസുലിൻ കറക്റ്റായിട്ട് അത് ഉപയോഗിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൂടിപ്പോയാലും നമുക്ക് വെയിറ്റ് കൂടാം. അതുപോലെ മീല് സ്കിപ്പ് ചെയ്താലും വരാം. മീല് സ്കിപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതിന് പകരം ഉച്ചക്കത്തെയും കൂടെ കൂട്ടി ഒരു 11 മണിയാകുമ്പോൾ ഹെവി ആയിട്ട് കഴിക്കുക. രാവിലത്തെ ഫുഡ് ബ്രെയിൻ ഫുഡാണ്, അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുക. അത് കൂടാതെ നമ്മളിപ്പോ രാവിലെ 2 ദോശ ഇഡ്ഡലി കഴിക്കേണ്ട സമയത്ത് ആ ഒരു സമയത്ത് കഴിക്കാതെ നമ്മളൊരു 10-11 മണിയാകുമ്പോൾ കടയിൽ ചെന്ന് ചിലപ്പോൾ അവിടെ ഒരു പൊറോട്ടയൊക്കെ ഉണ്ടാവുമായിരിക്കും, നമ്മൾ അത് കഴിച്ചു. അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ന്യൂട്രീഷൻ അതിനകത്ത് കിട്ടത്തില്ല. അപ്പൊ എക്സ്ട്രാ കലോറി കിട്ടും നമുക്ക് അതിനകത്തുനിന്ന്, കുറെ ഓയിലും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും.
അങ്ങനെ നമുക്ക് വെയിറ്റ് കൂടാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് സമയത്ത് ഫുഡ് കഴിക്കാതെ ഒരു ഹോട്ടലിൽ ചെന്നാൽ 3 മണി 4 മണിക്കൊക്കെ ചെന്നാൽ അവിടെ ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബിരിയാണി ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഓവറായിട്ട് ഫാറ്റ് കൂടും. അപ്പൊ നമ്മൾ ടൈമിൽ ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഓവർ ഈറ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം പറ്റും. പിന്നെ നമ്മുടെ ജീവിതശൈലി എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ കൂടുതൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുകാരാണ് കൂടുതൽ. ഇരുന്നുള്ള ജോലി, ഓഫീസ് വർക്കുകൾ, എല്ലാവർക്കും തന്നെ ജോലി, ഹെവി വർക്കിലോട്ടൊന്നും അധികം ആൾക്കാരും പോകുന്നില്ല. ഒരു വീട് പണിയുന്ന ആൾക്കാർ, മേസ്ത്രി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഹെവി വർക്കർ എന്ന് പറയും അവരെ. അതേസമയം നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല, എനിക്ക് ആരൊക്കെ ഇതിനകത്ത് ഹെവി വർക്കർ ഉണ്ട്, മോഡറേറ്റ് വർക്കർ ഉണ്ടോ എന്ന് നമുക്ക് പേഴ്സണലി കൗൺസിൽ ചെയ്താൽ മാത്രം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ജോലി ഇരുന്നുള്ളതാണ്, അധികം ആക്ടിവിറ്റി ലെവലൊന്നും വരുന്നില്ല, സ്റ്റെപ്പ് കയറുന്നില്ല, ചെറിയൊരു ഓഫീസ് വർക്കുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവര് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കും അത് കലോറി പുറത്തോട്ട് ബേൺ ചെയ്ത് കളയാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് പോകുമായിരുന്നു, ഒന്നും അവിടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സമ്മതിക്കുന്നില്ല. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അധികം ജോലിയൊന്നും ചെയ്യാതെ വരുമ്പോൾ എക്സ്ട്രാ കാലോറി എല്ലാം നമ്മുടെ ലിവറിലും മസിലിലും ഒക്കെ ആയിട്ട്, ഫാറ്റായിട്ടും ഒക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറി വരുന്നവരാണെന്നുള്ളത് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിലും നിയന്ത്രണം വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് സ്ട്രെസ് കൂടുതൽ വന്നാലും നമുക്ക് വെയിറ്റ് കൂടും. കാരണം കോർട്ടിസോൾ ഹോർമോൺ, സ്ട്രെസ് ഹോർമോൺ, അത് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഓവറായിട്ട് ഈറ്റ് ചെയ്യും, നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കാനായിട്ട് തോന്നും. ഈ ഡിപ്രഷൻ കേസിലോ അതല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലവർ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരുണ്ട്. ഭയങ്കര ക്രേവിങ്സ്, ചില ഭക്ഷണത്തിനോട് ഭയങ്കര ആർത്തി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൈറോയ്ഡ് പ്രശ്നമുള്ള, ഹൈപ്പോ തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രജൻ ലെവൽ, മെനോപോസിലോട്ടോ വിരാമം ആ സമയത്തോ അതല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിലോ ഒക്കെ നമുക്ക് ഈസ്ട്രജൻ ഹോർമോണിലേക്ക് വേരിയേഷൻ ഒക്കെ സംഭവിക്കാം. അതല്ലെങ്കിൽ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണൊക്കെ ഉണ്ട്, നമ്മൾ വിശപ്പ് കുറയ്ക്കുന്ന ഹോർമോൺ. ഈ ഒബേസിറ്റിയിലുള്ളവരാണ്, ഒരു അമിത വണ്ണത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണൊക്കെ അവിടെ ഉറങ്ങിക്കിടക്കുമായിരിക്കും, അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതായത് ആ ഹോർമോൺ കറക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അവരുടെ വിശപ്പിനെ കുറയ്ക്കത്തുള്ളൂ. അതിന് പകരം അവർക്ക് വിശപ്പിന് കൂട്ടാനുള്ള ഹോർമോൺ ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ വ്യായാമക്കുറവ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ്. നമുക്ക് വ്യായാമം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അത് അങ്ങനെ തന്നെ വെക്കും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് റെഗുലർ ആക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചിലവർക്ക് വെയിറ്റ് കൂടാൻ ചില മെഡിസിൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ, എന്തെങ്കിലും സ്റ്റിറോയിഡ് അടങ്ങിയ മെഡിസിനോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ വെയിറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കൂടിയത്? ഇനിയിപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് താമസിച്ച രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്നവർ ഒരു 7:30 8 മണിക്കുള്ളിൽ ഡിന്നർ സ്റ്റോപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ബോഡി അതിനെ ദഹിപ്പിക്കത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ, രാത്രി ഭക്ഷണം കഴിക്കുക, നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലേറ്റ് നൈറ്റ് ആയ രാത്രി താമസിച്ചുള്ള ഭക്ഷണം കഴിപ്പ്, അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടിയേ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ, എന്നിട്ട് വേണം നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേണം വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്. എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം? വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പം ഒത്തിരി പേര് പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. ഇപ്പൊ കീറ്റോ ഡയറ്റ് നോക്കുന്നവരുണ്ട്, സോഷ്യൽ മീഡിയ നോക്കി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട്. അപ്പം ശരിക്കും സോഷ്യൽ മീഡിയ നോക്കി ഒരിക്കലും വെയിറ്റ് കുറയ്ക്കരുത്. എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത് എന്നുള്ളതിന്റെ റൂട്ട് കോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഒരാൾ കീറ്റോ ഡയറ്റ് നോക്കി വെയിറ്റ് കുറച്ചു, അതല്ലെങ്കിൽ കുറച്ച് നാൾ ഫാസ്റ്റിംഗ് നിന്ന് വെയിറ്റ് കുറച്ചു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അതേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ ബോഡിക്ക് അത് പറ്റത്തില്ല. നമ്മുടെ ശരീരപ്രകൃതി എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പോഷകങ്ങളാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്, അപ്പൊ അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇപ്പം വെയിറ്റ് കൂടുതലുള്ള ഒരാളാണ്, അത് രണ്ട് വ്യക്തികളെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഒരു വെയിറ്റ് കൂടുതലുള്ള ഒരാളും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ നമുക്ക് എടുക്കാം. അപ്പൊ അതില് ഈ വെയിറ്റ് കൂടുതലുള്ള ആള് എല്ലാ ഭക്ഷണവും കഴിക്കുന്നവരായിരിക്കും, ഭക്ഷണം കഴിക്കാനായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അതേസമയം നോർമൽ വെയിറ്റിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുക, അതുപോലെ ഓവറായിട്ടുള്ള നോൺ വെജിന്റെ ഉപയോഗം ഇല്ല,
അല്ലെങ്കിൽ കിട്ടുന്ന മീന് കഴിക്കുന്നു, ഇലക്കറികളൊക്കെ കഴിക്കുന്നു. അതുപോലെ നോൺ വെജ് കഴിക്കുന്ന ഈ പറയുന്ന ഒബേസിറ്റി ഉള്ള ഒരാളുടെയും ഈ നോർമൽ വെയിറ്റ് ഉള്ള ഒരാളുടെയും നമ്മൾ അവരെ ഇത് നമ്മളൊരു കൗൺസിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല, ഈ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക്. കാരണം അവർ കഴിക്കുന്ന അളവ് കുറച്ചായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, പക്ഷെ അവരുടെ ഭക്ഷണത്തിൽ എല്ലാ പോഷകങ്ങളും വന്നിട്ടുണ്ടാവും. അതേസമയം ഒബേസിറ്റി ഉള്ള ഒരാൾ കഴിക്കുന്നത് സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, കഴിക്കുന്നത് ഒന്നെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളായിരിക്കും, കിട്ടുന്നത് കഴിക്കും, എന്താ കഴിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വെയിറ്റ് കൂടത്തേ ഉണ്ട് പിന്നെ. അപ്പൊ നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണത്തില് കാർബോഹൈഡ്രേറ്റ് തന്നെ കൊടുക്കണം, പ്രോട്ടീന് കൊടുക്കണം ആവശ്യത്തിന്, ഫാറ്റ് കൊടുക്കണം, അതുപോലെ ഫൈബർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ വരേണ്ടത്. ഇപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, അല്ലാണ്ട് ഫാറ്റ് മാത്രം നമ്മൾ എടുക്കത്തുള്ളൂ, കാർബ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം കഴിക്കുക, അത് എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കി ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലും മീന്, മുട്ടയുടെ വെള്ള, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങള്, പച്ചക്കറികള്, ഫ്രൂട്ട്സ്, ഇതൊക്കെ, തൈര്, ഇതൊക്കെ ഭക്ഷണത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ നിയന്ത്രണം വെക്കാൻ പറ്റുന്ന മറ്റു മാർഗങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവര് ഭക്ഷണം നമുക്ക് ഒറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ ഒരു നേരം ഒഴിവാക്കൊന്നും വേണ്ട, പക്ഷെ 3 നേരം കഴിക്കുന്നെങ്കിലും എപ്പോഴും നമുക്ക് അളവ് കുറച്ച് കഴിക്കുക, പിന്നെ ഇടവിട്ട് കഴിക്കുക. അതല്ലെങ്കിൽ ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വന്ന ഒരാളോട് നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഒത്തിരി ക്രേവിങ്സ് കാണും, അവർക്ക് ബുദ്ധിമുട്ടുകൾ കാണും. ഇനി അവർക്ക് ഒരു ഡയബറ്റിക് സ്റ്റേജിലാണ്, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ഭയങ്കര പരവേശമായിരിക്കും, വെള്ളം കുടിക്കാൻ തോന്നും, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സമയത്ത് എന്തെങ്കിലും അവർക്ക് കഴിക്കാം, എന്തെങ്കിലും സ്വീറ്റ്സ് ഐറ്റംസോ, അല്ലെങ്കിൽ മധുരമുള്ളതൊന്നും അല്ല, എന്തെങ്കിലും ഈ സീഡായിട്ട് വരുന്ന സാധനങ്ങളോ, പംകിൻ സീഡ്, അതല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് പോലുള്ള അതിൻ്റെ മിക്സുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് കപ്പ്, ഒരു ഫ്രൂട്ട് ആയിട്ടോ, കലോറി കുറഞ്ഞ ഫ്രൂട്ട് ഐറ്റംസോ, അല്ലെങ്കിൽ സാലഡ്സോ, ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കഴിക്കാം. നമുക്ക് ഉച്ചയ്ക്ക് റൈസ് എടുക്കുമ്പോൾ റൈസിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും പറ്റും. അപ്പൊ ആ ഒരു അവരുടെ അളവ് കുറയ്ക്കുക, പല പ്രാവശ്യമാക്കുക. ആദ്യത്തെ ഒരു വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കുന്ന ആദ്യത്തെ ഒരു 1-2 ആഴ്ചയൊക്കെ ഇടവിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ അതിന് 3 നേരമാക്കി കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ നമുക്ക് ഭക്ഷണ നിയന്ത്രണം വരുത്താനായിട്ട് പറ്റും. പിന്നെ ചെയ്യാവുന്നത് ഈ പറഞ്ഞ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കുറയ്ക്കുക. പിന്നെ ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുക. ഇപ്പൊ വലിയ പ്ലേറ്റ് ആകുമ്പോൾ അത് നമുക്ക് എടുക്കുമ്പോൾ തോന്നും ഇത് ശകലമുള്ളല്ലോ എന്ന് ഓർക്കും. അപ്പൊ നമ്മൾ ഭക്ഷണ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ, വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്ന ഒരു ഭക്ഷണ നിയന്ത്രണം വരുമ്പോൾ പ്ലേറ്റിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ പ്ലേറ്റിന്റെ സൈസ് കുറച്ചിട്ട് ഒരു 25% കാർബോഹൈഡ്രേറ്റ് എടുക്കുക. ആ പ്ലേറ്റിന്റെ പകുതിയും നമ്മൾ റൈസ് എടുക്കരുത്, അല്ലെങ്കിൽ കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതെ ഒരു 25%, അതിന്റെ ഒരു കാൽഭാഗം മതി. കാൽഭാഗം നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുക, ബാക്കി പകുതിയിൽ അധികം നമ്മൾ ഫൈബർ എടുക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ എടുക്കുക. ഒരു 25% നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മസിൽ ലോസ് വരാതിരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, വാട്ടർ ലോസ് ആണോ വരുന്നത്, അതല്ലെങ്കിൽ ഫാറ്റ് ആണോ ലോസ് ആകുന്നത്, മസിലാണോ ലോസ് ആകുന്നത്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാരും വിചാരിക്കും ആദ്യത്തെ ഒരു തുടക്കത്തിൽ എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ടെന്ന്. അത് അവർക്ക് കുറയുന്നത് ചിലപ്പോൾ മസിൽ ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. മസിൽ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും, വീണ്ടും അവർക്ക് ഫാറ്റ് അവിടെ കൂടും, കിടക്കുന്ന അവിടെ ഫാറ്റ് പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കപ്പം മസിലാണ് കുറയുന്നത്. അപ്പോൾ മസിൽ കുറയാതെ നമുക്ക് കുറയേണ്ടത് ഫാറ്റിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഉപയോഗിക്കേണ്ടത്. എക്സസ് ആയിട്ടുള്ള കാലോറി നമ്മുടെ ദേഹത്ത് കിടക്കുന്നതിനെ എടുത്ത് ഉപയോഗിക്കേണ്ടത് ഫാറ്റിൽ നിന്നാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, വാട്ടർ ലോസ് വരാതെ, മസിൽ ലോസ് വരാതെ വെയിറ്റ് കുറയ്ക്കാനായിട്ട്, ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ചും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 80% വയറ് ഫില്ലാകുമ്പോഴും നിർത്തുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തൊണ്ട അങ്ങേ അറ്റെത്തുന്നോളം വരെ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പൊ ആ ഒരു രീതി കുറച്ചിട്ട് ഒരു 80% വയറ് ഫുള്ളാകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എന്താ പറയുന്നത്, എനർജി ഫീൽ ഉണ്ടാകും. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിക്കുകയും ചെയ്തു, നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും, നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റും. അതേസമയം വയറ് നിറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നേ ഉണ്ടാവുള്ളൂ, ഒരു ഹെവി ആയിട്ടുള്ള മീല് ചെന്ന് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ അളവ് കുറച്ച് ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിനകത്ത് എല്ലാ പോഷകങ്ങളും ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഒരുപാട് എന്തൊക്കെയോ കഴിച്ചു എന്നല്ല നോക്കണേ, എത്രത്തോളം കഴിച്ചു എന്നല്ല, കഴിക്കുന്ന ഭക്ഷണം കുറച്ച് മതി. എന്നാൽ ഒത്തിരി കുറയാനും പാടില്ല, ഒത്തിരി കൂടാനും പാടില്ല. അതിനകത്ത് പക്ഷെ എല്ലാ പോഷകങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക്
ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ ഈ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്, വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും സിമ്പിൾ ഷുഗർ ആണ് പഞ്ചസാര എന്ന് പറയുന്നത്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ വെച്ച് കഴിയുമ്പോഴേ അത് അഴുത്തു പോകും അല്ലെ. അപ്പൊ അതിന് കാരണം എന്നാ, അത് സിമ്പിൾ ഷുഗർ ആണ്. അതിന് കാർബോഹൈഡ്രേറ്റിന്റെ അകത്ത് ഫൈബർ എന്ന് പറയുന്നതില്ല. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും, അത് ഫൈബർ ഇല്ല. അപ്പൊ അത് പെട്ടെന്ന് നാവിൽ വെക്കുമ്പോൾ തന്നെ ദഹനം നടക്കും. അത് നമ്മുടെ ബോഡി അപ്പൊ തന്നെ അത് അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക. ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല വരുന്നത്. നമുക്ക് ചോക്ലേറ്റ്, അതുപോലെ സ്വീറ്റ്സ് ഐറ്റംസ്, മധുരമുള്ള പാനീയങ്ങൾ, ഇവയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൈദയുടെ ഉപയോഗം. കാർബോഹൈഡ്രേറ്റിന്റെ അകത്ത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ഇത് പാസ്ത, അതല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ് ബ്രെഡ്, വെള്ളയരി, കുത്തിരിച്ചോറ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തവിടോട് കൂടിയുള്ള ഭക്ഷണങ്ങൾ, ഓട്സ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈദ വരുന്ന സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഒത്തിരി ഫ്രൈഡ് ഐറ്റംസ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, നോൺ വെജിറ്റേറിയൻ കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം കുറയ്ക്കുക. റെഡ് മീറ്റ്സ് ഒക്കെ ഒഴിവാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അബ്സോർപ്ഷൻ റേറ്റ് ഉണ്ട്. ഏത് ഫുഡിനും നമ്മുടെ ബോഡി എത്രത്തോളമാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് ആദ്യം തിരിച്ചറിയുക. ഇപ്പം നോൺ വെജിന്റെ അകത്താണെങ്കിൽ ഫിഷും ചിക്കനും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതേസമയം ബീഫ് ആണെങ്കിൽ പതുക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ സൈസ് അളവ് കുറച്ചെടുക്കുക. ഇത് ബീഫും പോർക്കൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിന്റെ അളവ് സൈസ് കുറച്ചെടുക്കുക. മീനിന്റെ അളവ്, ചിക്കന്റെ അളവൊക്കെ കൂട്ടിയെടുക്കാൻ നോക്കുക. ഇപ്പൊ വെയിറ്റ് ഒത്തിരി കൂടുതലുള്ളവരാണെങ്കിൽ ബീഫും പോർക്കും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ കടൽ മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിനകത്ത്, കടൽ മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഷെൽ ഫിഷുകൾ ഒഴിവാക്കുക. അപ്പൊ ഈ എണ്ണയിൽ വരുന്ന സാധനങ്ങൾ, വറുത്ത് പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൂടുതലും വെജിറ്റേറിയൻ ഫുഡുകൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വെയിറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഭക്ഷണത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും അതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ഇല്ലാതെ നമുക്ക് ഒന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എക്സസൈസ് റെഗുലർ ആക്കുക. കാരണം വർക്കൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ അത് ബേൺ ചെയ്ത് പോകത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ പോകുന്നത്. വലിയ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടിയെ പോകുന്നു, വണ്ടിയെ തിരിച്ചു വരുന്നു, ഇരുന്നുള്ള ജോലി കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരം അനങ്ങുന്നില്ല. നമ്മുടെ ശരീരം അനങ്ങാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 40-45 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 1000 കലോറി ബേൺ ചെയ്ത് പോകണമെങ്കിൽ 1 മണിക്കൂർ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് കുറഞ്ഞത്. അപ്പൊ ഒരു 3/4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കുറവാണ്. ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ജോലികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, വീട്ടിലെ ജോലികളൊക്കെ ഉള്ളെങ്കിൽ അത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് ജോലി വീടുകളിൽ വരുന്നില്ല. അലക്കാനും അതുപോലെ അരയ്ക്കാനും ഒക്കെ മെഷീനുകളുണ്ട്. അപ്പൊ നമ്മുടെ ജോലിയിൽ നമ്മൾ കുറവാണെങ്കിൽ നമ്മളത് വർക്കൗട്ടിലൂടെ നമ്മൾ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ്, അപ്പറ്റൈറ്റിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കും. നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂടും. നമ്മുടെ ഫിസിക്കൽ അറ്റൻഡൻസിനകത്ത് മാറ്റം വരും. അതുപോലെ നമ്മുടെ മസിൽ സ്ട്രോങ് ആകും. അപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലെല്ലാം കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വെള്ളം കുടിക്കണം. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ അവരുടെ ബോഡിക്ക് എത്രയാണ് വെയിറ്റ് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക. കുറഞ്ഞതൊരു 3 ലിറ്റർ വെള്ളം, 2.5-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് നോക്കണം. നമ്മൾ വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ഡീഹൈഡ്രേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിശപ്പിന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചവരെ നിൽക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ദാഹിക്കുമ്പോൾ ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ ഇടവിട്ട് വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് വിശപ്പിന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. പിന്നെ ആഹാരത്തിനൊരു 1/2 മണിക്കൂർ മുന്നേ വെള്ളം അതുപോലെ കുടിക്കുവാണെങ്കിൽ നമുക്ക് വിശപ്പിന് ഉച്ചയ്ക്ക് ചോറ് എടുക്കുന്നതിൻ്റെയൊക്കെ അളവ് സൈസ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. നമുക്കിപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് ടൈമിൽ ഉപയോഗിക്കുന്ന കലോറിയൊക്കെ കുറവാണെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് ഒക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഗ്രോത്ത് ഹോർമോണും കാര്യങ്ങളൊക്കെ നല്ലപോലെ പ്രവർത്തിക്കും. നമ്മുടെ ദഹനം നല്ലപോലെ ആക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം വേണം. കഴിക്കുന്ന ഭക്ഷണത്തിന് അതുപോലെ നമ്മുടെ കൃത്യമായ സ്ഥലത്ത് പോഷകങ്ങൾ എത്തിക്കണമെങ്കിൽ വെള്ളം വേണം. നമുക്ക് ബ്ലഡ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് വെള്ളം നമ്മൾ നല്ലപോലെ
കുടിക്കുക. പ്രത്യേകിച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ ഡീഹൈഡ്രേഷൻ മാറ്റാനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വെള്ളത്തിന് പ്രത്യേക റോളാണുള്ളത്. അപ്പം വെയിറ്റ് മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കുക. കുറഞ്ഞത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അപ്പോൾ ഒബേസിറ്റി ഉള്ളവർ, അമിത വണ്ണമുള്ളവർ വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്ന വഴി അവരുടെ യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും കിഡ്നി സ്റ്റോണ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഡയബറ്റിക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ അതിന് നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നടക്കുന്നതല്ല. അതൊരു നീണ്ട ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 6 മാസം എടുക്കാം, ചിലർക്ക് ഒരു 3 മാസം. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്ക് പറ്റും 2 ആഴ്ച കൊണ്ട് 10 കിലോ കുറഞ്ഞു, ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞു, അപ്പൊ അയാൾക്ക് കുറഞ്ഞു ഇയാൾക്ക് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കാണും. പക്ഷേ അതെങ്ങനെയാണ് കുറഞ്ഞത്? അത് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് മസിലാണ് ലോസ് ആയത്, ഫാറ്റാണ് ലോസ് ആയത് എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഒരാഴ്ചയിൽ 1 കിലോ കുറയാൻ പാടുള്ളൂ. ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ അങ്ങനെ ഒരു മാസം 4 കിലോ വെയിറ്റ് കുറയാൻ പാടുള്ളൂ. ആ ഒരു രീതി വേണം നമ്മൾ പോകാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി അല്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണെങ്കിൽ അതൊന്നും ക്ലിയർ ചെയ്യാതെ വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ക്ഷീണങ്ങൾ കൂടും. അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ കാലിന് വേദന, ജോയിന്റ് വേദന ഒക്കെ ഈ ഒബേസിറ്റി ഉള്ളവർക്കുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നങ്ങളും കൂടെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാൻ. അപ്പൊ 1-2 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ കുറയുന്നതല്ല എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ വെയിറ്റ് നോക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഒക്കെ നോക്കാൻ തുടങ്ങിയാൽ ആദ്യം നമുക്ക് ഒരു വെയിറ്റ് ലോസ് ഒക്കെ വരും. ആദ്യം നമ്മുടെ ബോഡിയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. അതായിരിക്കും ആദ്യം ഒരു 1-2 കിലോ ഒക്കെ സ്പീഡിൽ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെ വെയിറ്റ് സ്റ്റക്ക് ആകും. അത് ശരിക്കും ആ ഒരു ഡയറ്റ് നോക്കുമ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ഉള്ളതാണ് വെയിറ്റ് സ്റ്റക്ക് ആകുന്ന ഒരു അവസ്ഥ. അപ്പൊ അവിടെ നമുക്ക് ഫാറ്റ് കുറഞ്ഞിട്ട് ലോസ് ആകുമ്പോൾ അവിടെ മസിൽ ഗെയിൻ ചെയ്യാൻ തുടങ്ങും. അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വെയിറ്റിന്റെ ഒരു ലോസ് വരുന്നത്. അപ്പൊ ഒരു സമയം എടുക്കും. ചിലവരുടെ മെറ്റബോളിസം ഭയങ്കര ലോ ആണെങ്കിൽ, ഈ പറഞ്ഞ തൈറോയിഡിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒക്കെ സമയം എടുക്കും. അതിനെയൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലിവർ സെല്ല് പുതിയതായിട്ട് നമുക്ക് വരും. കറക്റ്റായിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആകും, ലിവർ കറക്റ്റ് ആകും, നമ്മുടെ പാൻക്രിയാസ് കറക്റ്റ് ആകും. ഇതൊക്കെ നമ്മൾ ഈ ലിവർ സെല്ലിനും പാൻക്രിയാസ് സെല്ലിനും ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മൾ കൊടുക്കണം. ഓരോ ആൾക്കാരുടെയും എത്രത്തോളം വെയിറ്റിനനുസരിച്ച് പ്രോട്ടീൻ ചെല്ലാമെന്ന് അറിഞ്ഞിട്ട് അത് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതല്ലാതെ കീറ്റോ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്രിയാറ്റിനിലോ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെയാണ് ഇതൊക്കെ എടുക്കുന്നതെങ്കിൽ പ്രോട്ടീൻ ഹൈ ആകും. അപ്പൊ അവർക്ക് വീണ്ടും കിഡ്നി ഡാമേജ് വരാം. അതല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എടുക്കാതെ വരും. പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വരാതെ വരുമ്പോഴത്തേക്കും നമുക്ക് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ ബുദ്ധിമുട്ട് കുറവുണ്ടാകും. അപ്പൊ നമുക്ക് അത് സംബന്ധിച്ചുള്ള ഡെഫിഷ്യൻസികൾ, അയൺ, രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറയുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ഓരോരുത്തരുടെയും ബോഡിയുടെ സ്ട്രക്ചർ അറിഞ്ഞിട്ട് ഓരോ ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ എടുക്കാം വെയിറ്റ് കുറയാനായിട്ട്. നമ്മളൊരു 1, 2, 3, 4 കിലോ കുറഞ്ഞാൽ പോരാ. നമുക്ക് BMI എപ്പം നോർമൽ ആകുന്നു, നമ്മുടെ ബോഡിയുടെ ഐഡിയൽ ബോഡി വെയിറ്റിൽ എപ്പോൾ പ്രവർത്തിക്കുന്നു ആ ഒരു സമയത്ത് വേണം നമ്മൾ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഓർക്കുക, ഒരു മാസം കൊണ്ട് ഒന്നും വെയിറ്റ് കുറയത്തില്ല. ടൈം എടുക്കും. ഓരോരുത്തരുടെ ബോഡീനെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അപ്പം നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ഒബേസിറ്റിനെ പറ്റിയാണ്. ഒബേസിറ്റിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ വെയിറ്റ് കൂടി നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ഭക്ഷണത്തിലൂടെ നമുക്ക് നിയന്ത്രണം ചെയ്യാം എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക. രോഗങ്ങളെ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് പ്രത്യേകം നമുക്കൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിൽജി. സബ്ജക്റ്റിനെ കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചോദിക്കാം. സിൽജി, ഒരു ഡൗട്ട്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിലൊക്കെ വാക്കിങ്ങിന് പോകുന്നത് കുഴപ്പമുള്ള കാര്യമാണോ? എത്ര നേരത്തിന് ശേഷം എക്സസൈസും കാര്യങ്ങളിലോട്ടും പോകാൻ പറ്റും? മ്യൂട്ട് ആണ്. ജസ്റ്റ് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാമല്ലോ. 1 അവർ കഴിയുമ്പോൾ ഹെവി ആയിട്ടാണ് ഫുഡ് കഴിച്ചതെന്ന് നോക്കുക.
ഇപ്പോൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ കാർബ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. അറ്റ്ലീസ്റ്റ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചതാണെങ്കിൽ നമുക്ക് ഏകദേശം 3-4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വർക്കൗട്ടിന് പോവാം. ഒന്നും കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒന്നും ആകത്തില്ല. ഞാൻ പറഞ്ഞില്ല 1000 കലോറി ബേൺ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ കുറഞ്ഞത് വേണം. അപ്പൊ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്യാം. ഭക്ഷണം കഴിച്ച് തൊട്ട് പുറകെ നമ്മൾ ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട, ഹൈ ഇന്റൻസീവ് ആയിട്ടുള്ളതൊന്നും വേണ്ടെന്നേ ഉള്ളൂ. നടക്കുന്നതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. ഒരു 1/2 മണിക്കൂറിന് ശേഷം 1 മണിക്കൂറിന് ശേഷമൊക്കെ ചെറിയ രീതിയിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ കഴിച്ച ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. മറ്റ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മറ്റ് ഡൗട്ട്സുകളില്ലെങ്കിൽ ഈ ക്ലാസ്സിന് നന്ദി പറയാനായിട്ട് മേജർ അമ്മയൊക്കെ ക്ഷണിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ശരീരഭാര നിയന്ത്രണവും ഭക്ഷണത്തിന്റെ അളവ് ക്രമീകരണവും എന്ന ഒരു വിഷയത്തിനെ കുറിച്ചായിരുന്നു. ആദ്യം തന്നെ വളരെ ലളിതമായിട്ടും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ എങ്ങനെയൊക്കെ എടുക്കണം, ഏതൊക്കെ സമയത്ത് എടുക്കണം എന്ന ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രായോഗികമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയ ശ്രീമതി സിൽജി ജോസിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ചെറിയ മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, sir.